ആ താരാചന്ദ് പറയുകയാണ്, ഇന്ത്യ ചരിത്രത്തിൽ ഇസ്ലാം ചെലുത്തിയ ഏറ്റവും വലിയ സ്വാധീനം ഏകദൈവത്വത്തിന്റെ സ്വാധീനമാണ്. ഭക്തിപ്രസ്ഥാനം അതിൽ നിന്നാണ് ജനിച്ചത്. ചൈതന്യന്റെ, നാമദേവന്റെ, തുക്കാറാമിന്റെ, തുളസീദാസിന്റെ, ജയദേവന്റെ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് എല്ലാവിധ ശില്പങ്ങളെയും നിഗ്രഹിച്ചു എന്നുള്ളതായിരുന്നു. അത് ഹിന്ദുമതത്തിലെ പ്രസ്ഥാനമാണ്. കബീർദാസ് പാടിയത് ഹിന്ദു ഭക്തിയാണ്, ചൈതന്യൻ പാടിയത് ഹിന്ദു ഭക്തിയാണ്, ജയദേവൻ പാടിയത് കൃഷ്ണഭക്തിയാണ്. എന്നിട്ടും അവർ പറഞ്ഞു നമുക്ക് ഈ ശില്പങ്ങൾ വേണ്ട. താരാചന്ദ് പറയുകയാണ്, ഇത് മദീനയുടെ നായകന്റെ അനുയായികളിലൂടെ സിദ്ധിച്ച സ്വാധീനമാണ്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. വിരിയിൽ എഴുതിവെച്ച ശില്പങ്ങളെ കൊണ്ട്, കൊത്തിവെച്ച ശില്പങ്ങളെ കണ്ടിട്ട് ആരെങ്കിലും ആരാധനയിലേക്ക് നീങ്ങുമോ? എത്ര ശരിയായിരുന്നു ആ ഭയം. ഇന്ന് മനുഷ്യൻ കണ്ടില്ലേ, കണ്ടയിടത്തൊക്കെ ആരാധന, കണ്ടവരെ മുഴുവൻ ആരാധന, എല്ലാവരോടും ആരാധന, എവിടെയും ആരാധന. ദൈവമേതെന്നറിഞ്ഞുകൂടാ, ദൈവമല്ലാത്തതേതെന്നറിഞ്ഞുകൂടാ, ഇന്ദ്രജാലമേതെന്നറിഞ്ഞുകൂടാ, മായാജാലമേതെന്നറിഞ്ഞുകൂടാ, എവിടെയും പോയി വീഴുകയാണ്. മനുഷ്യന് ഏകനായ ദൈവത്തെ കണ്ടെത്താൻ കഴിയാതെ അവൻ അലഞ്ഞലഞ്ഞു നടക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ദ്രജാലം വളർന്നു വന്നതിനെ കുറിച്ച് ചരിത്രം പറയുകയുണ്ടായി. സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സിഹ്ർ ഏറ്റവും വലിയ വിദ്യയായിട്ട് വളർന്നു വന്നിരുന്നു. സുലൈമാൻ കാഫിറായി പോയിട്ടില്ല. സുലൈമാന്റെ എതിർക്കാൻ നോക്കിയ സാഹിര്യങ്ങളാണ് കാഫിറായി പോയത്. ഖുർആൻ സിദ്ധാന്തിക്കുകയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്നും ലോകം അതിലൂടെ തന്നെ നീങ്ങുകയാണ്. മനുഷ്യന് ഏകനായ ദൈവത്തിലേക്ക് വഴി കണ്ടെത്താൻ വിശ്വാസം മനസ്സിലേക്ക് കയറിയാൽ, ഈ പ്രവാചക തിരുമേനി സൃഷ്ടിച്ചു വെച്ച വിശ്വാസമുണ്ടല്ലോ, അത് മനസ്സിലേക്ക് കയറിയാൽ അത് സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ഈ ലോകനായകന്റെ സ്വാധീനത്തിൽ, ഏത് ലോകനായകൻ രാജാവായി ഭരണം നടത്താൻ അവസരമുണ്ടായപ്പോഴും ഫക്കീറായി ജീവിച്ച ലോകനായകൻ സലാം ഉസ് പർ ജിസ്നെ ബേക് സോങ്കി ദസ്തഗീരി കി, പാവപ്പെട്ടവന്റെ കൈ പിടിച്ചുയർത്തിയോരേ സലാം. സലാം ഉസ് പർ ജിസ്നെ ബാദ് ഷാഹി മേ ഫക്കീരി കി. ആരാണോ രാജാവായപ്പോഴും ഫക്കീറായത് അവർക്കും സലാം, അവർക്ക് ഞങ്ങളുടെ സലാം. ആ രാജാവായപ്പോഴും ഫക്കീറായിരുന്ന പ്രവാചകന്റെ ഒരു അനുയായി റോമയിലേക്ക് കടന്നുപോയി. റോമയിലേക്ക് ചെന്നുകൊണ്ട്, റോമാ സാമ്രാജ്യത്തിൽ ചെന്നുകൊണ്ട് മാനവികതയുടെ പാഠങ്ങളെ പഠിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും ശ്രമിച്ചു. കൂടെയുണ്ടായിരുന്ന ആ സഹാബിയുടെ കൂടെയുണ്ടായിരുന്ന പലരെയും റോമൻ ചക്രവർത്തി കൊന്നൊടുക്കി. ഇതുമായിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? മദ്യപിക്കരുത് എന്ന് പറയാനാണോ? കൂട്ടാക്കൂല. നൂറ്റാണ്ടുകൾ മാറി, പക്ഷെ മനുഷ്യൻ മാത്രം മാറിയിട്ടില്ല. അന്ന് മദ്യപാനം അരുതെന്ന് പറഞ്ഞു, അന്നും മദ്യം വേണമെന്ന് പറഞ്ഞവർ ലോകത്തുണ്ടായി. ഇന്നും അത് വേണമെന്ന് പറയുന്നവർ ലോകത്തുണ്ട്. ആ മദ്യത്തിലേക്ക് മാടി വിളിച്ചപ്പോൾ മദ്യത്തിൽ നിന്നും പിടഞ്ഞോടിയ ജനം, രക്ഷയ്ക്ക് വേണ്ടി വഴി കണ്ടെത്തിയ ജനം, ആ ജനത്തിൽ നിന്നൊരു പ്രതിനിധി റോമായിലെത്തിയിരിക്കുകയാണ്. കൂട്ടത്തിൽ അല്പം സുന്ദരനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഹുദൈഫ് റളിയല്ലാഹു അൻഹു. നല്ല കുലീന ജന്മമുള്ളയാള്, കാണാൻ നല്ല ചൊങ്കനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദൈഫ്. രാജാവിന് തോന്നി ചെറുപ്പക്കാരനെ മനം മാറ്റിയെടുത്തിട്ട് തന്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഹുദൈഫിനെ രാജാവ് നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. മനം മാറി വാ അബ്ദുല്ലാ, മനം മാറി വാ അബ്ദുല്ലാ, ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അബ്ദുല്ലാഹി ഇബ്നു ഹുദൈഫിന്റെ മുമ്പിൽ, കണ്ണിന്റെ മുമ്പിൽ വെച്ച് ഒരു സഹാബിയെ തീയിലിട്ട് ചുട്ടുകൊന്നു. അബ്ദുല്ലാ, നിനക്കും വരാൻ പോകുന്ന ഗതി ഇതാണ്. ബദറിനെ ഓർമ്മിക്കുന്ന നമ്മൾ ഈ ത്യാഗങ്ങളെ ഓർക്കേണ്ടവരാണ്. ബദർ ത്യാഗമാണ്. ജന്നാത്തുൽ ഫിർദൗസിൽ പാറി കളിക്കുന്ന 313 പേർകളെ. എന്നാ 313 പാറി കളിക്കാനിടയായത് ത്യാഗം കൊണ്ടാണ്. ബദരീങ്ങളുടെ ത്യാഗം.
ആ ബദരീങ്ങളുടെ ത്യാഗം, ആ ബദറിന്റെ ശുഹദാക്കളെ ഓർക്കുന്ന നേരത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വെച്ച് ഈ സഹാബിയെ അഗ്നിക്കിരയാക്കി. അബ്ദുല്ലാഹി ഇബ്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു അപ്പോഴും ഉറച്ചു നിന്നു. അല്ലാഹു ഏകനാണ് റോമാ ചക്രവർത്തി, അല്ലാഹു ഏകനാണ് റോമാ ചക്രവർത്തി. ഇത് ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച വരദാനമാണ്. ഏകനായ തമ്പുരാൻ മനുഷ്യത്വത്തിന് അവനിലേക്ക് തിരിച്ചു പോകണം, അവനെ കണ്ടറിയണം. അവനാണ് ലോകത്തിന് നന്മ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു ഇഞ്ച് പോലും വഴിതെറ്റാൻ ഞാൻ തയ്യാറല്ല. അവസാനം അബ്ദുള്ളയെ ജയിലിലിട്ട് തടവറയിലിട്ടു. വെള്ളം കൊടുക്കാതെ, അന്നം കൊടുക്കാതെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് അബ്ദുള്ളക്ക് മനസ്സ് മാറുമോ എന്ന് രാജാവ് ശ്രമിച്ചു. എന്നിട്ടും മനസ്സ് മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ പന്നിമാംസം ആഹാരമായിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്തു. ദിവസങ്ങളോളം ആഹാരം കഴിക്കാത്ത അബ്ദുള്ള രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചരിത്രത്തിലുണ്ടായ സംഭവമാണ്. പന്നിമാംസം തിന്നുകൊണ്ട് അബ്ദുള്ള ദാഹശമനം വരുത്തുമെന്ന് കാത്തിരുന്ന റോമാ ചക്രവർത്തിയുടെ ദൂതന്മാരോട് പറഞ്ഞു, പോയി നോക്ക്, ഇപ്പൊ എന്താ സ്ഥിതി? പന്നിമാംസം കണ്ടിട്ട് കഴിക്കുന്നുണ്ടോ? എത്ര ദിവസമായിട്ട് ആ മനുഷ്യൻ വിശന്നിരിക്കുകയാണ്. പച്ചവെള്ളം കഴിഞ്ഞിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. മാംസം കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അല്ലാഹുവും അവന്റെ റസൂലും നിഷിദ്ധമാക്കിയത് തൊടാൻ അബ്ദുള്ള ജീവിതകാലത്ത് തയ്യാറാകില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ മറുപടി കേട്ടുകൊണ്ട് റോമാ ചക്രവർത്തിക്ക് അവസാനം മനംമാറ്റത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എന്റെ നെറ്റി വന്നൊന്ന് ചുംബിക്കുമോ? അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളെ മോചിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. രാജാവിന്റെ നെറ്റിത്തടത്തൊരു മുത്തം കൊടുക്കുമോ? അവസാനം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുണ്ടായിരുന്ന ഒന്ന് രണ്ട് സഹാബികളുടെ രക്ഷയ്ക്ക് വേണ്ടി രാജാവിന്റെ നെറ്റിത്തടത്തോട് ചുണ്ട് ചേർത്ത് പിടിച്ചപ്പോഴേക്ക് രാജാവ് പറഞ്ഞു പോയത്രേ, നിങ്ങൾ മോചിതനാണ്. നിങ്ങൾ തിരിച്ചു പോയാലും, നിങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നാ പോയാലും മദീനയിലേക്ക് അബ്ദുള്ള കടന്നു ചെല്ലുകയാണ്. അബ്ദുള്ള ദൂരന്ന് വരുന്നത് കണ്ടപ്പോഴേക്ക് രാജ്യം ഭരിക്കുന്ന ഖലീഫ ഓടിച്ചെന്ന് പറഞ്ഞത്രേ, നെറ്റിത്തടം ചുംബിച്ച അബ്ദുള്ള, നിങ്ങൾ കാലിങ് തരൂ, ഞാനത് ചുംബിച്ചു കൊള്ളട്ടെ. ത്യാഗത്തിന്റെ വീരപാതയിലെ മദീനയുടെ പാതയിൽ ത്യാഗം രചിച്ച അബ്ദുള്ള, നിങ്ങളുടെ കാല് ഞാനൊന്ന് മുത്തം വെച്ചു കൊള്ളട്ടെ. സഹാബികളെ വിളിച്ചുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, എല്ലാവരും അബ്ദുള്ളാന്റെ കാല് മുത്തം വെക്കണം. അബ്ദുള്ളാന്റെ പാദം ത്യാഗം ചെയ്ത പാദമാണ്. പഠിപ്പിച്ചവരാണ്. സലാം ഉസ് पर के जिसने बाद शाही में फकीरी की. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ റൗളാ ശരീഫിലും മസ്ജിദിലെ മിമ്പറിനും ഇപ്പൊ എത്ര ആളുകൾ മദീനത്തിൽ ഇപ്പൊ തടിച്ചു കൂടിയിട്ടുണ്ടാകും. ആ സ്ഥലത്ത് മാബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീട്ടിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട ഒരു പൂങ്കാവനമാണ്. അവിടെ തടിച്ചുകൂടിയിട്ട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന പ്രദേശം. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നുകൊണ്ട് യുദ്ധത്തിന്റെ ഗനീമത്ത് ഓഹരി വെക്കുമ്പോഴുണ്ട് രണ്ട് കുട്ടികൾ കടന്നു വരുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോ ഒന്ന് ഹസനാണ്, ഒന്ന് ഹുസൈനാണ്. എല്ലാവർക്കും വസ്ത്രത്തിന്റെ ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കയ്യായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്, ഹസന്റെയും ഹുസൈന്റെയും ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ അല്പം പഴകിയ വസ്ത്രങ്ങളാണ്. അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുകയാണെങ്കിൽ ഈ റമദാൻ പ്രഭാഷണത്തിൽ അവസാനത്തെ രണ്ട് ഖലീഫമാരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉസ്മാൻ ദുന്നൂറൈൻ റളിയല്ലാഹു അൻഹു, ഒന്ന് അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു അൻഹു. അലിയാർ തങ്ങളെ കുറിച്ച് മറ്റന്നാൾ അല്ലാഹു വേണ്ടുക ചെയ്തെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ കടന്നു വരുന്നൊരു വിപ്ലവകാരിയുണ്ട്. കർബലയുടെ വീരഗാനം ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ട് കുഞ്ഞുങ്ങൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. ഈ മക്കൾക്ക് കൊടുക്കാൻ ഇവിടെ വസ്ത്രമില്ലല്ലോ, ഇവർക്കല്ലേ ഇത് കൊടുക്കേണ്ടത്? പിതാമഹൻ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് മക്കൾ ഒരിഞ്ച് പോലും തെറ്റിയിട്ടില്ല. ഫാത്തിമാന്റെ മക്കള് ഫാത്തിമാന്റെ പിതാവിന്റെ പാതയിൽ നിന്നൊരിഞ്ച്
പോലും തെറ്റിയിട്ടില്ല. ഉടൻ തന്നെ സിറിയയിലേക്ക് ഒരു ദൂതനെ അയച്ചുകൊണ്ട് 2 കുപ്പായം കുട്ടികൾക്ക് പാകമാകുന്ന കുപ്പായം എത്തിച്ചാലല്ലാതെ എനിക്ക് സമാധാനമില്ല. ആ കുപ്പായം എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് ഖലീഫത്തുൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയിച്ചു. കുപ്പായം എന്നിട്ട് ഹസന്റെയും ഹുസൈന്റെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ സലാമു സഫർക്ക്, ആ വ്യക്തിത്വത്തിന്റെ മേൽ സലാം, ജിസ്നെ ബാദ്ശാഹി മേ ഫഖീരി കി, രാജാവായിരിക്കുമ്പോഴും ഫഖീറായിരുന്നതിന്റെ പേരിൽ, ഫാത്തിമ ബീവി ഒരു പൊന്നിന്റെ വളയിട്ടതിന്റെ പേരിൽ വീട്ടിൽ കിടക്കാതെ തിരിച്ചുപോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹു എന്ന പേരക്കുട്ടി ഒരു കാരക്കയുടെ ചീന്തെടുത്ത് വായിലിട്ടപ്പോൾ അത് പൊതുമുതലിൽപ്പെട്ട കാരക്കയുടെ ചീന്തായപ്പോൾ മോനെ തീയാണടാ, മോനെ പുറത്തേക്കെറിയടാ എന്ന് പറഞ്ഞ് അഗ്നി ബഹിഷ്കരിക്കും പോലെ അതിനെ പുറത്തെറിയാൻ പ്രേരിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. ലോകം മാനവികതയിലേക്കും മനുഷ്യ നന്മയിലേക്കും വരാൻ തയ്യാറുണ്ടോ? ലോകത്ത് മുഴുവൻ എന്തുകൊണ്ടാണ് അധർമ്മങ്ങൾ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഭരണ സംവിധാനം കറപ്റ്റായി തീരുന്നത്? എന്തുകൊണ്ടാണ് ഭരണ സംവിധാനങ്ങളിലേക്ക് മാനവികതയുടെ മൂല്യങ്ങൾക്ക് പകരം ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിലും അടിമടി കടന്നു വരുന്നത്? മാനവികതയുടെ പാഠങ്ങളെ എത്തിച്ചു നൽകാത്തത് കൊണ്ടാണ്. മാനവികതയുടെ പാഠമാണെങ്കിൽ യഥാർത്ഥമായ ദൈവവിശ്വാസത്തിൽ നിന്ന് സ്വീകരിക്കാൻ എല്ലാ മതങ്ങളെയും സജ്ജമാക്കേണ്ട കാലം അതിക്രമിച്ചു പോയിരിക്കുന്നു. സൗഹാർദ്ദത്തിന്റെ പൂക്കാലമുണ്ടാകണം. മതം വർഗീയതയല്ലെന്ന് വീണ്ടും ഉറക്കെ വിളിച്ചു പറയണം. മതം സ്നേഹമാണ്, 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 വിശാലമായ സ്നേഹമാണ്, പരസ്പര സ്നേഹമാണ്. ഈ കടൽ ആര് കാക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്റെ കുഞ്ഞാലി എന്ന് പറയാൻ ഹിന്ദുവായ സാമൂതിരിയെ പ്രേരിപ്പിച്ച സൗഹാർദ്ദത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. വീണ്ടും ആ സൗഹാർദ്ദത്തെ തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് മാനവികതയുടെ മൂല്യം, മാനവികത ഉണ്ടാകണമെങ്കിൽ കാരുണ്യമുണ്ടാകണം. കാരുണ്യമില്ലാത്തത് കൊണ്ടാണ് മാനവികത ഇല്ലാതായി പോയത്. റഹ്മത്ത് റഹ്മത്ത് വസിഅത്ത് റഹ്മത്തി കുല്ല ശൈഇൻ, എന്റെ കാരുണ്യം എല്ലാ കാര്യങ്ങളെയും അതിജയിച്ചു നിൽക്കുകയാണ്. എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുന്ന കാരുണ്യം ഉണ്ടാകണം. മനുഷ്യരൊന്നായിട്ട് കാണണം. മനുഷ്യരൊന്നായിട്ട് കാണുമ്പോൾ മാത്രമേ യഥാർത്ഥമായ മാനവികത പുലരൂ. ആഠ്യത്വങ്ങൾക്കെതിരെ, കുലീനതകൾക്കെതിരെ മനുഷ്യരൊന്നാണ്, ഒന്നാണ്, ഒന്നാണ്. നിങ്ങൾ ഓർത്തു നോക്കുമോ, മദീനയുടെ നായകൻ അർദ്ധരാത്രി വിരിപ്പിൽ എഴുന്നേറ്റിരിക്കുമായിരുന്നു. എന്തിനാണ് ഈ വിരിപ്പിൽ എഴുന്നേറ്റിരിക്കുന്നത്? സലാം സഫർ കെ അസ്റാറെ മുഹബ്ബത്ത് ജിസ്നെ സമझായേ, സലാം സഫർ കെ ജിസ്നെ ജഖ്ം കാകർ ഫൂൽ ബർസായേ. ആരാണോ മുറിവ് സഹിച്ചുകൊണ്ട് വിഷമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുഞ്ചിരി തൂകിയത്, ആരാണോ സ്നേഹത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു തന്നത്, ആ പുണ്യ റസൂലിന്റെ സലാം. സ്നേഹമാണ് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അറബികളായിരുന്ന ലോകത്തെ ഏറ്റവും വലിയ കുലീനതയുടെ ആളുകൾ അറബികളും അജമികളും എന്ന് പറയാറുണ്ട് നമ്മൾ സാധാരണ. അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ പ്രത്യേകതയില്ലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ അജമി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അജമി എന്ന വാക്കിന്റെ അർത്ഥം നാവില്ലാത്തവെന്നാണ്. അറബികളുടെ വിശ്വാസം അറബികൾ അറിയാത്തവർക്കൊന്നും മിണ്ടാൻ കഴിയില്ല എന്ന്, അറബികൾക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയൂ. നന്നായിട്ട് സ്ഫുടമായ സംസാരം ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സ്ഫുടമായ വിജ്ഞാനം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ലോകത്ത് മറ്റുള്ളവർക്കൊന്നും മിണ്ടാൻ കഴിയില്ല. നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഇങ്ങനെ മൂഢമായ വിശ്വാസങ്ങൾ. ചിലത് മാത്രമേ വേദം പഠിക്കാവൂ, ഉച്ചരിക്കാവൂ. വേറെ ചിലർക്ക് നാവ് കൊണ്ടത് ഉച്ചരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും ഇവിടെയും ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, ലൗകാനൽ ഇൽമു ബിസുറയ്യ, ലൗകാനൽ ഇൽമു ബിസുറയ്യ, വിജ്ഞാനം സുറയ്യ നക്ഷത്രത്തെ പോലെ അകലത്താണെങ്കിലും ലതനാവല ഉനാസും മിൻ അബ്നാഇ ഫാരിസ്, പേർഷ്യൻ മക്കളിൽപ്പെട്ട ചിലർ, പേർഷ്യൻ സന്താനങ്ങളിൽപ്പെട്ട ചിലർ സുറയ്യ നക്ഷത്രത്തിന്റെ അകലത്തിലാണ് അറിവ് കുടികൊള്ളുന്നതെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിലും ആ വിജ്ഞാനത്തെ കൈപ്പിടിയിലൊതുക്കും. ഇറാന്റെ മക്കൾ ഒതുക്കും. അറബിയായ പ്രവാചക തിരുമേനി അന്ന് പ്രഖ്യാപിക്കുകയാണ്, സുറയ്യ നക്ഷത്രം എത്ര അകലത്താണ്.
ആ സുറയ്യ നക്ഷത്രത്തിലാണ് ഇൽമു കുടികൊള്ളുന്നതെങ്കിൽ പോലും ഇറാനികൾ അവിടെ പോയിട്ടെങ്കിലും അത് കൈവശപ്പെടുത്തും. ആരാ പറയണത്? അറബികൾക്കല്ലാത്തവർക്ക് മിണ്ടാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച അറബികൾക്കിടയിൽ മുഹമ്മദ് മുസ്തഫ. മനുഷ്യരൊന്നാണെന്ന നിലയിൽ ഇങ്ങനെയൊക്കെയാ മനുഷ്യരെ കൊണ്ടുവരേണ്ടത്. ശാസ്ത്രം, വിജ്ഞാനം, അവിടെ പോലും വർഗീയത പാടില്ല. എവിടെയും പാടില്ല വർഗീയത. മതത്തിലും രാഷ്ട്രീയത്തിലും മാത്രമല്ല, കലയുടെ പേരിൽ, സാഹിത്യത്തിന്റെ പേരിൽ ഒക്കെ ഇല്ലേ ഉച്ചനീചത്വം? അവിടെ ഇല്ലേ പോരുകൾ? അവിടെ ഇല്ലേ ജാതി പോലുള്ള ഘടകങ്ങൾ? അത് പാടില്ല. സുറയ്യ നക്ഷത്രത്തെ പോലെ അകലത്താണ് വിജ്ഞാനം കുടികൊള്ളുന്നതെങ്കിലും പേർഷ്യയുടെ, ഇറാന്റെ സന്താനങ്ങളിൽപ്പെട്ട ചിലർ അതിനെ കൈവശപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. നബി തിരുമേനിയുടെ ഈ പ്രവചനം പിൽക്കാലത്ത് സത്യമായിട്ട് പുലർന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പുലരുക മാത്രമല്ല, അറബികൾ ഇറാനികൾ അംഗീകരിക്കാനും തുടങ്ങി. ഇത് രണ്ടും ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണ്. ഈ ഹദീസ് മാനവ സമത്വത്തിലേക്കുള്ള ഏറ്റവും വലിയ ചൂണ്ടുപലകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസൽമാന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്ന സഹീഹ് ബുഖാരി. ആ സഹീഹ് ബുഖാരി ക്രോഡീകരിച്ച ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അറബിയല്ല, പക്ഷേ അദ്ദേഹത്തെ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന അറബികൾ പേരിട്ട് വിളിച്ചിരിക്കുന്നു. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിന്റെ കാര്യത്തിൽ മുഅ്മിനീങ്ങളുടെ അമീറാണ് ഇമാം ബുഖാരി. ബുഖാരി ആകട്ടെ അറബിയായിട്ട് ജനിച്ചയാളല്ല. അങ്ങനെ എത്ര പേർ? അബുൽ മആലി അബ്ദുൽ മലിക്കിനെയാണ് ഇമാമുൽ ഹറമൈൻ എന്ന് അറബികൾ പേരിട്ട് വിളിച്ചത്. ഉലമാക്കന്മാർക്കിടയിൽ വളരെ പരിചയമുള്ള പേരാണ് ഇമാമുൽ ഹറമൈൻ. ആരാണ് ഇമാമുൽ ഹറമൈൻ? ജന്മം കൊണ്ട് അറബിയല്ലാത്ത അഹ്മദുൽ ഗസ്സാലിയാണ് ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് അറബികൾ പേരിട്ട് വിളിച്ചത്. ഇമാം ഗസ്സാലി. ബാക്കിയുള്ളവരുടെ പേരൊന്നും പറയുന്നില്ല. ആവിസനെ പോലെ, അവറോസിനെ പോലെ എത്ര ആളുകൾ. അപ്പൊ സുറയ്യ നക്ഷത്രത്തെ പോലെ അകലത്തിലാണെങ്കിലും അതിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞതിൽ വിജ്ഞാനത്തിന്റെ മാർഗത്തിൽ നിന്ന് ഉച്ചനീചത്വങ്ങളെ ഒഴിവാക്കി, ജനതകളുടെ പ്രദേശങ്ങളുടെ ഉച്ചനീചത്വങ്ങളെ ഒഴിവാക്കി. ഈജിപ്തിൽ പിരമിഡ് കെട്ടിപ്പൊക്കിയ ഫറോവമാർ വിശ്വസിച്ചു ഞങ്ങൾ നീലരക്തവുമായിട്ട് ജനിക്കുന്നവരാണ്. പേർഷ്യ ഭരിക്കുന്ന കിസ്റ വിശ്വസിച്ചു ഞങ്ങൾ പ്രത്യേക അവകാശത്തിന് ഭാഗ്യമുണ്ടായിട്ടുള്ളവരാണ്. കിസ്റ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ നിഴൽ എന്നാണ്. ദൈവത്തിന്റെ നിഴൽ, ആ വിശ്വാസവുമായിട്ട് അവർ നടന്നു. ചൈനയിൽ ചിലർ വിശ്വസിച്ചു ഞങ്ങൾ പ്രത്യേകമായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേക വംശങ്ങൾ, സൂര്യവംശം, ചന്ദ്രവംശം, വംശങ്ങൾക്ക് പ്രത്യേകമായ ഔത്കൃഷ്ട്യം, വംശങ്ങൾക്ക് പ്രത്യേകമായ ഉച്ചനീചത്വങ്ങൾ, മനുഷ്യർക്കിടയിൽ പല രീതിയിലുള്ള ഉച്ചനീചത്വങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ മാനവികതയുടെ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കണം. 6-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നു മനുഷ്യന്റെ സ്ഥിതി? മനുഷ്യന്റെ കുപ്പായം കീറാൻ അലക്സാണ്ടറും ചെങ്കിസ് ഖാനും മത്സരിച്ച കാലമായിരുന്നു അത്. ഏകാധിപതികൾ നിറഞ്ഞു നിന്ന കാലം. ആ ഏകാധിപതികൾ നിറഞ്ഞു നിന്ന കാലത്താണ് യാ അയ്യുഹന്നാസ് يا أيها الناس إن ربكم واحد وإن أباكم واحد كلكم لآدم وآدم من تراب. മനുഷ്യരെ, നിങ്ങളുടെ നാഥൻ ഒന്നാണ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്, നിങ്ങൾ ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഈ വിപ്ലവമാണ് പ്രവാചക തിരുമേനി ലോകത്തിന് നൽകിയത്. സ്നേഹത്തിന്റെ വിപ്ലവം. സലാമുസ് പർ ജിസ്നെ അസ്റാറെ മുഹബ്ബത്ത് जिसने समझाए, सलाम उस पर के जिसने जख्म खाकर फूल बरसाए. മുറിവ് സഹിച്ചുകൊണ്ടും പുഞ്ചിരി തൂകിയ പ്രവാചക തിരുമേനിയുടെ പേരിൽ അഭിവാദ്യം. കുഞ്ഞായി മുസ്ലിയാരെ കേട്ടിട്ടില്ലേ? മഹാനായ കുഞ്ഞായി മുസ്ലിയാർ. അദ്ദേഹം വലിയ ദാർശനികനായിരുന്നു. അദ്ദേഹമാണ് കപ്പപ്പാട്ട് എഴുതിയത്. അദ്ദേഹം കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ പ്രതിരൂപമായിരുന്നു. മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും എന്ന പേര് കൊണ്ടല്ലാതെ അദ്ദേഹത്തെ ഓർക്കാനേ സാധിക്കില്ല. മങ്ങാട്ടച്ചനെ കുഞ്ഞായി മുസ്ലിയാരെ കൂടാതെ ഓർക്കാൻ സാധിക്കില്ല. കുഞ്ഞായി മുസ്ലിയാരെ കൂടാതെ മങ്ങാട്ടച്ചനെ ഓർക്കാൻ സാധിക്കില്ല. പക്ഷേ കുഞ്ഞായി മുസ്ലിയാർ ആരായിരുന്നു? ഇവരൊക്കെ എന്തായിരുന്നു? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ യുവതലമുറ ഇനിയും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടെ. ബാധിച്ചും റൗദാകരിയെ ഞാൻ നിപ്പാൻ വാഴുന്ന നായകനെ ഗണമല്ലാ. എത്ര രസകരമായിട്ടാണ് കുഞ്ഞായി മുസ്ലിയാർ പാടിയത്. റൗദാകരിയെ പോയി നിൽക്കാൻ
റൗളാകരികിൽ പോയി നിൽക്കാൻ, ഹജ്ജിന് പോകാൻ, കഅബ ശരീഫ് തവാഫ് ചെയ്യാൻ ഈ സദസ്സിനെ സംബന്ധിച്ച് നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബാധിച്ചും റൗളാകരിയെ ഞാൻ നിപ്പാൻ വാഴുന്ന നായനേകണമല്ലാ, കണ്ണിൽ മണിയായ റൗള ഞാൻ കണ്ട് കൽബ് തിളങ്ങുവാനേകണമല്ലാ. ഇന്നത്തെ മാതിരി മലയാളം വികസിക്കാത്ത കാലമാണ്. കുഞ്ഞായി മുസ്ലിയാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പാ ജീവിച്ചത്. അദ്ദേഹം എഴുതിയ കപ്പപ്പാട്ട് യൂറോപ്യന്മാർ ഷിപ്പ് സോങ് എന്ന് പേരിട്ടുകൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ദാർശനികനായിട്ട് അദ്ദേഹം ലോകത്തെന്നും കൊണ്ടാടപ്പെടുന്നു. പുന്നാര രാജാന്റെ റൗള ഞാൻ കണ്ട് പുണ്യം തേടുവാനേകണമല്ലാ, മന്നർ വേദാംബർ റൗള ഞാൻ കണ്ട് മാറാതെ നിപ്പാൻ വഴങ്ങണമല്ലാ. റൗള കാണാൻ മാത്രമല്ല, റൗളയിൽ നിന്ന് മാറാതെ നിൽപ്പാൻ അല്ലാഹുവേ നീ വിധി കൂട്ടണേ. കുഞ്ഞായി മുസ്ലിയാരുടെ ദുആക്കൊപ്പം നമുക്കും ആമീൻ ചൊല്ലാൻ, റൗള കാണാനും മാറാതെ നിൽപ്പാനും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. മന്നർ വേദാംബർ റൗള ഞാൻ കണ്ട് മാറാതെ നിൽപ്പാൻ വഴങ്ങണമല്ലാ, മുത്ത് വേദാംബർ റൗള ഞാൻ കണ്ട് മുത്തി മണം കൊള്ളുവാനേകണമല്ലാ, ബുദ്ധി മികച്ചോര റൗള ഞാൻ കണ്ട് പൂണ്ട് മണം കൊള്ളുവാനേകണമല്ലാ. റൗളയുടെ മണം കൊള്ളാൻ ആനന്ദത്തോടുകൂടി റൗള ശരീഫിലേക്ക് കടന്നു ചെല്ലാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സലാം ചൊല്ലാൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയ്യല്ലാഹ്. നമ്മളിവിടെ കൂടുമ്പോ എത്രയോ ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ ഇപ്പോ മക്കയിലും മദീനത്തുമാണ്. അവർ തവാഫിലാണ്, അവർ സഅയിലാണ്, അവർ ഉംറയിലാണ്, അവർ സംസം കൊണ്ട് ദാഹം തീർക്കുകയാണ്, അവർ മദീനയിൽ ചെന്ന് ഏറ്റവും വലിയ ആത്മാവിന്റെ ദാഹം തീർക്കുകയാണ്. ആ മണ്ണ് മാടി വിളിക്കുകയാണ്, ആനന്ദത്തോടെ മാടി വിളിക്കുകയാണ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹൗദുൽ കൗസറിന്റെ ദാനമാണ്. സഹാബത്തിനോട് വിട പറയാൻ പോകുന്ന നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്നിഗ്ധമായ ഘട്ടത്തിൽ വഫാത്തിന്റെ വേളയിൽ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ദിവസങ്ങൾ എണ്ണപ്പെട്ടു താൻ ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന സന്ദർഭമായപ്പോൾ നമുക്ക് ഹൗദുൽ കൗസറിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് മദീനയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാനവികതയുടെ മാർഗത്തിലൂടെ ഉന്നതമായി ഒട്ടക സംഘത്തോടൊപ്പം ചേർന്നൊരുങ്ങലാണ്. ദുനിയാ സയഹി റഖ്ത് സഫർ ലേക്കെ ചലേ ഹം ഉൽഫത സിദ്ദീഖ ഉമർ ലേക്കെ ചലേ. സിദ്ദീഖിനോടൊപ്പം ഉമറിനോടൊപ്പം അവരോടൊപ്പം ഈ മഹത്തായ യാത്രയിൽ കടന്നു കയറണം. അവർ കടന്നുപോയ വഴിയിലൂടെ, അവർ കടന്നുപോയ മാർഗത്തിലൂടെ, മരുഭൂമിയിലൂടെ ഒരു ദിവസം നടന്നു പോകുന്ന സമയത്ത് വിശന്നിട്ടൊന്നും കിട്ടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. എന്താണ് മാനവികത, എന്താണ് മതം? അതുകൊണ്ട് ഇതുപോലുള്ള പ്രഭാഷണ പരിപാടികളായാലും മതസമ്മേളനങ്ങളായാലും സമാധാനത്തിന്റെ പൂക്കളായിരിക്കണം ലോകത്തിന് നൽകേണ്ടത്, സമാധാനത്തിന്റെ നറുമണമുള്ള പൂക്കൾ. ഞാൻ ഈ പരിപാടിയുടെ പേരിൽ എല്ലാ ഹൈന്ദവ സഹോദരങ്ങൾക്കും, ക്രൈസ്തവ സഹോദരങ്ങൾക്കും, മറ്റു സഹോദര മതസ്ഥർക്കും എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. മുഹമ്മദ് സാദിഖുൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമറിന്റെ മുമ്പിലാണ് ക്രൈസ്തവ നിന്ദിയായ പൗരന്റെ ആവലാതി. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് തന്നെ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു. അംർ ഇബ്നുൽ ആസ് അറിയാൻ, ഈജിപ്തിലെ ഗവർണറായ അംർ ഇബ്നുൽ ആസ് അറിയാൻ, നിങ്ങളുടെ മകനെയും കൂട്ടി എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ വരണം, എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ ഹാജരാകണം. ഈജിപ്തിലെ ഗവർണറാണ്. അംർ ഇബ്നുൽ ആസിന്റെ ടൈറ്റിൽ തന്നെ ഫാത്തിഹ് മിസ്ർ എന്നാണ്. ഫാത്തിഹ് മിസ്ർ, മിസ്ർ കീഴടക്കിയ ആള്, മിസ്റിന്റെ വിജയ്. ആ വിജയീശുവായ അംർ ഇബ്നുൽ ആസ് മകനെയും കൂട്ടിക്കൊണ്ട് യാത്ര പുറപ്പെട്ടു ഖലീഫയെ കാണാൻ. ഖലീഫയുടെ മുമ്പിൽ എത്താൻ പോകുന്ന നേരത്ത് ദീർഘദൃഷ്ടിയുള്ള, പുറംകണ്ണിന്റെ കാഴ്ചയിൽ മാത്രമല്ല അകക്കണ്ണിന്റെ കാഴ്ചയിലും ദീർഘദൃഷ്ടിയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസിയെ കണ്ടിട്ട് സഹാബികളോട് ചോദിച്ചു, അംർ ഇബ്നുൽ ആസിയല്ലേ വരുന്നത്? അതെ, അംർ ഇബ്നുൽ ആസ് തന്നെ. സഹാബികൾ പറഞ്ഞു, കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ പറഞ്ഞു, മകനൊപ്പുണ്ടോ?
ഖലീഫയുടെ അടുത്ത ചോദ്യം അതായിരുന്നു, സാക്ഷാൽ പ്രതി ഈ ക്രൈസ്തവ പൗരന്റെ ആവലാതിയിൽ പറഞ്ഞിരുന്നു, ഞാൻ കുതിര എന്റേതെന്ന് പറഞ്ഞപ്പോ ഞാനൊരു കുലീന പുത്രനാണെന്ന് നിനക്കറിയില്ലേ എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത്. ഈ ക്രൈസ്തവ സഹോദരന്റെ പരാതിയിലുണ്ട്, കംപ്ലൈന്റിൽ. ഇബ്നു സയ്യിദ് ഇബ്നു ശരീഫ്, മാന്യന്റെ മകൻ, കുലീനന്റെ മകനാണ് ഞാൻ. ഇതാണ് ഗവർണറുടെ മകൻ എന്നോട് ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുലീനന്റെ മകൻ കൂടെ വരുന്നുണ്ടോ എന്ന് നോക്കണേ. രണ്ടാളും കൂടി നടന്നു വന്നിട്ട് മുമ്പിൽ നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു അടിക്കുന്ന ചമ്മട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ചമ്മട്ടി കൊണ്ടുവന്നിട്ട് ക്രൈസ്തവ സഹോദരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അമർ ഇബ്നുൽ ആസിയുടെ മകനെ അടിക്കുക. എത്ര ഊക്കോട് കൂടി നിങ്ങളെ ഇങ്ങോട്ട് അടിച്ചു, അത്ര ഊക്കോട് കൂടി അങ്ങോട്ട് അടിക്കുക. അമർ ഇബ്നുൽ ആസി എന്ന ഗവർണറുടെ മകനെ ഈ ക്രൈസ്തവ പൗരൻ മനുഷ്യന്മാർക്കിടയിൽ മതത്തിന്റെ പേരിൽ യാതൊരുവിധ ഉച്ചനീചത്വങ്ങളോ വിവേചനങ്ങളോ കൽപ്പിക്കാൻ പാടില്ല. വെറുതെ അല്ല മഹാത്മാഗാന്ധി ഞാൻ ഇന്ത്യക്ക് ആഗ്രഹിക്കുന്ന ഭരണം അബൂബക്കറിന്റെ ഉമറിന്റെ ഭരണമെന്ന് ഉദ്ഘോഷിക്കുകയുണ്ടായത്. കയ്യിൽ ചമ്മട്ടി കൊടുത്തിട്ട് പറഞ്ഞു, അടിക്കുക. അടിയെല്ലാം കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഇനി അമർ ഇബ്നുൽ ആസിയെ അടിക്കുക. അദ്ദേഹത്തിന്റെ പിതാവിനെ, ഗവർണറെ, ഈജിപ്തിലേക്ക് നിയോഗിച്ച ഗവർണറെ, നീതിയുടെ കാര്യത്തിൽ ആരെയും ഭയപ്പെടാത്ത ഉമർ ഇബ്നുൽ ഖത്താബ്, ഈ മകൻ ഈ തോന്നിയാസം ചെയ്യുമ്പോൾ അമർ ഇബ്നുൽ ആസി അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? അമർ ഇബ്നുൽ ആസി കണ്ടുകൊണ്ടിരുന്നില്ല ഈ രംഗം. അതുകൊണ്ട് അമർ ഇബ്നുൽ ആസിക്കും പങ്കുണ്ട്. അമർ ഇബ്നുൽ ആസിയെ പ്രഹരിക്കുക. ക്രിസ്ത്യാനിയായ പാവപ്പെട്ട സഹോദരൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്നെ അടിച്ചാൽ ഞാൻ അടിച്ചു കഴിഞ്ഞല്ലോ, ഞാൻ കേസ് അവസാനിപ്പിച്ചു കൊള്ളാം. മഹാനായ നീതിമാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അടിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇടപെടേണ്ടി വരും. അംർ ഇബ്നുൽ ആസിയെ പ്രഹരിക്കുക. മകൻ ചെയ്ത തെറ്റുകളിൽ പിതാവിനും പങ്കുണ്ട്. കുതിരപ്പന്തയത്തിൽ അന്യന്റെ കുതിരയെ കൈവശം വെച്ചുകൊണ്ട് ഇതെന്റെ കുതിരയാണെന്ന് പറഞ്ഞത് ഈ മകനാണെങ്കിൽ, ഭരണാധികാരിയായ ഈ മനുഷ്യൻ മകനെ കയറൂരി വിട്ടതിന്റെ പങ്കിന് ഉത്തരവാദിയാണ്. നീതിയുടെ താല്പര്യങ്ങൾ, മനുഷ്യന്റെ ഉന്നതമായ ഗുണം, മനുഷ്യന്റെ സവിശേഷത, ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് യാത്ര പോയിരുന്നു. സിറിയ കീഴടക്കിയ സമയത്ത് ആ സിറിയയിലേക്ക് പോകുമ്പോഴുണ്ടായിരുന്ന ഡ്രസ്സ് ഒരു സ്ഥലത്ത് അലക്കാൻ കൊടുക്കും, വൃത്തിയാക്കാൻ കൊടുക്കും, ശുദ്ധിയാക്കാൻ കൊടുക്കും. അത് തിരിച്ചു കിട്ടിയ യാത്ര തുടരും. ഒരു സ്ഥലത്തെത്തിയപ്പോ ക്രൈസ്തവ ബിഷപ്പ്, സിറിയയിലെ ഉന്നതനായ ക്രൈസ്തവ ബിഷപ്പ്, അദ്ദേഹത്തിന്റെ കുപ്പായം നൽകി ഉമർ ഇബ്നുൽ ഖത്താബിന്. യാതൊരു ഐറ്റവും ഉമർ ഇബ്നുൽ ഖത്താബിനില്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, നബി തിരുമേനി പഠിപ്പിച്ചിട്ടില്ല. ക്രൈസ്തവ ബിഷപ്പ് തിരുമേനി നൽകിയ കുപ്പായം ഇട്ടുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്ര പുറപ്പെടാൻ പോകുകയാണ്. ആ കുപ്പായം ഇട്ട് അല്പം ദൂരെ പോയപ്പോ താൻ വൃത്തിയാക്കാൻ, ശുദ്ധിയാക്കാൻ, അലക്കാൻ ഏൽപ്പിച്ച തന്റെ സ്വന്തം വസ്ത്രം തിരിച്ചു കിട്ടിയപ്പോൾ ആദരപൂർവം ആദ്യത്തെ വസ്ത്രം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം വസ്ത്രമെടുത്തണിയുന്നു. ഇരുവരും യാത്ര പുറപ്പെട്ട് പോവുകയാണ്. ബിഷപ്പ് പറയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബിനോട്, അല്പം അലങ്കാര വസ്ത്രങ്ങൾ അണിയണമേ ഉമർ ഇബ്നുൽ ഖത്താബേ, നിങ്ങൾ അറേബ്യയുടെ രാജാവാണ്, നിങ്ങൾ വലിയൊരു ഭരണാധികാരത്തിന്റെ പ്രതിനിധിയാണ്, നിങ്ങൾ വലിയൊരു വിജിഗീഷുവായ നായകനാണ്. ഞങ്ങളുടെ ആളുകൾക്കിടയിൽ നിങ്ങൾ അഭിമാനത്തോടെ കടന്നു വരണമെന്ന് ബിഷപ്പ് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അമീറുൽ മുഅ്മിനീൻ പ്രതികരിക്കുകയാണ്, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ബഹുമാനപ്പെട്ട ബിഷപ്പ്, ഇസ്ലാമിനെ കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് അഭിമാനം നൽകിയിരിക്കുകയാണ്. അതാണ് അന്തസ്, അതാണ് ഇസ്സത്ത്, മനുഷ്യരുടെ നീതി, മനുഷ്യരുടെ സമത്വം, ഉച്ചനീചത്വങ്ങളില്ല. ഏകനായ ദൈവം, ഏകമായ മനുഷ്യ സമുദായം, ഏകനായ പ്രവാചകൻ, മനുഷ്യരുടെ നന്മയിൽ എല്ലാവരും പരസ്പരം ഒന്നിച്ചു ചേരുകയാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂലോകത്തുള്ളതെല്ലാം സൃഷ്ടിച്ചു നൽകിയത്, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുന്നു. കരുണ, ഈ കരുണയാണ് നബി തിരുമേനി പഠിപ്പിച്ചത്. ഞാൻ അതിന്റെ വിഷയത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നില്ല. പലപ്പോഴും പറഞ്ഞിട്ടും കേട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നില്ല. വിഷയം ഇതായതുകൊണ്ട് സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്ന ഒരു സംഭവം, ഒരു കുട്ടി പ്രാവിന്റെ കുഞ്ഞുങ്ങളെ എടുത്തതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഏൽപ്പിച്ചതും, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞുങ്ങളുടെ തള്ള എവിടെയെന്ന് അന്വേഷിച്ചതും, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം കേട്ടപ്പോൾ കുട്ടി കഥ മുഴുവൻ പറഞ്ഞതും, മരപ്പത്ത് പോയപ്പോൾ തള്ളപ്രാവ് ഉണ്ടായിരുന്നു,
പ്രാകുഞ്ഞുങ്ങളെടുത്തപ്പോ തള്ളപ്രാവിന്റെ കൈക്ക് കൊത്തി എന്ന് അറിയിച്ചതും എന്നിട്ടോ തിരുമേനി ഉത്കണ്ഠയോടെ അന്വേഷിച്ചതും സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അങ്ങനെ അന്വേഷിച്ചതും അപ്പോ ആ പ്രാകുഞ്ഞുങ്ങളെ ഞാൻ അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കാൻ പോകാതിരുന്നത് നിങ്ങൾക്ക് ഈ സമ്മാനം നൽകാൻ വേണ്ടിയാണെന്ന് ഈ കുട്ടി പറഞ്ഞതും എന്റെ സമ്മാനം എങ്ങനെയെന്ന് കുട്ടി ചോദിച്ചപ്പോ കണ്ണീരോടുകൂടി തള്ളപ്രാവ് തിരിച്ചു കൂട്ടിലെത്തുമ്പോൾ മക്കളെ കാണാതെ വിഷമിക്കുന്ന അവസ്ഥയോർത്തുകൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയോട് പറഞ്ഞതും കുട്ടി പ്രാകുഞ്ഞുങ്ങളെ കൊണ്ട് മരപ്പുറത്തിലേക്ക് ഓടിയതും കാരുണ്യം, മാനവികത, ആർദ്രത, മനുഷ്യ സ്നേഹം മാത്രമല്ല പ്രപഞ്ചത്തിലേക്ക് പരന്നു പോകുന്ന സ്നേഹം. മരങ്ങളിലേക്ക് പോലും ഈത്തപ്പഴത്തെ നിങ്ങൾ ബഹുമാനിക്കണം. ഈത്തപ്പഴം അമ്മത്തുക്കും അത് നിങ്ങളുടെ അമ്മായിയാണ് റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദമിനെ സൃഷ്ടിച്ച മണ്ണിന്റെ അവശിഷ്ടത്തിൽ നിന്നാണ് അല്ലാഹു ഈ ഈത്തപ്പഴ മരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ നിങ്ങൾ ആദരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഒരു മരമല്ലേ ഇന്ന് ലോകം മരത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട്ടങ്ങാടിൽ അടുത്ത ദിവസം ഒരു പുളിമരം വെട്ടിയത് നമ്മുടെ പ്രമുഖ മലയാള പത്രത്തിന്റെ ഒന്നാമത്തെ പേജിലെ വാർത്തയായിരുന്നു. കാരണം ആ പുളിമരം ആളുകൾക്ക് തണലേകുന്ന മരമായിരുന്നു. അത് പോയതോടെ ബസ് കാത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് വിഷമമായി, പ്രയാസമായി, തണല് നഷ്ടപ്പെട്ടു. അങ്ങനെ ലോകത്ത് മുഴുവൻ ഹരിതാഭമായ വൃക്ഷ ലതാദികളുടെ സാന്നിധ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ, ഇതെല്ലാം ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ ഒരൊറ്റ മരവും വെട്ടിക്കളയരുത് എന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭ്യർത്ഥന ഈ അവസരത്തിൽ പ്രസക്തമായി തീരുന്നു. അങ്ങനെ പ്രപഞ്ചത്തിലേക്ക് പരക്കുന്ന സ്നേഹം, പ്രപഞ്ചത്തിലേക്ക് വ്യാപിച്ചു പോകുന്ന സ്നേഹം, ഇതാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ലോകത്തിന് നൽകിയിട്ടുള്ള കാരുണ്യത്തിന്റെ പാഠത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ കാരുണ്യം സ്ഥാപിക്കാനാണ് റമദാൻ 17 ബദർ ഈ ലോകത്ത് സംഭവിക്കുകയുണ്ടായത്. ബദർ, ആ ബദറിന്റെ സന്ദേശം ഇതാണ്: മനുഷ്യന്റെ മഹത്വം പ്രഖ്യാപിക്കാൻ, മനുഷ്യന്റെ മഹത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നന്മകളെ സ്വായത്തമാക്കാൻ, രക്തദാഹികളിൽ നിന്ന് മനുഷ്യ സമുദായത്തെ രക്ഷിക്കാൻ. सलाम उस पर के जिसने खून के प्यासों को बहाए दे, सलाम उस पर के जिसने गालियां खाकर दुआएं दे. വിഷമങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും പ്രാർത്ഥന നടത്തിയതാരാണ്? എല്ലാ വിഷമങ്ങൾക്കിടയിലും പ്രാർത്ഥിച്ചതാരാണ്? ആക്ഷേപങ്ങൾ ശമിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുമ്പോഴും പ്രയാസങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ആരാണ് വിഷമങ്ങളില്ലാതെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അതിനിടയിലൂടെ പുഞ്ചിരി തൂകിയതാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തായിഫിൽ കല്ലേറ് കൊണ്ടപ്പോഴും പുഞ്ചിരിയാണ്, ഒട്ടകത്തിന്റെ കുടൽമാല ശരീരത്തിൽ ചാർത്തിയപ്പോഴും പുഞ്ചിരിയാണ്, പൊടിമണ്ണ് ശരീരത്തിൽ വാരി വലിച്ചെറിഞ്ഞപ്പോഴും പുഞ്ചിരിയാണ്, ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസങ്ങൾ ഒന്നൊന്നായി വന്നപ്പോഴും പുഞ്ചിരിയാണ്, ശുഅബ് അബീ താലിബിൽ ബഹിഷ്കരിച്ചു നിർത്തി അകറ്റി നിർത്തിയപ്പോഴും പുഞ്ചിരിയാണ്, വൃക്ഷങ്ങളുടെ ഇലകൾ ആഹാരമാക്കേണ്ടി വന്നപ്പോഴും പുഞ്ചിരിയാണ്, പ്രയാസങ്ങൾക്കിടയിലൂടെ അനുയായികൾ കടന്നു പോയപ്പോഴും പുഞ്ചിരിയാണ്. പക്ഷേ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് അണുപോലും വ്യതിചലിക്കുകയില്ലെന്ന് ഈ പുഞ്ചിരിക്കിടയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ഉത്ബത്ത് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ഈ ഏർപ്പാട് നിർത്തിക്കൊണ്ട് തിരിച്ചു വന്നുകൂടെ? ഈ പ്രബോധനം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ഈ പ്രബോധനം അവസാനിപ്പിച്ചാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളിൽ ഏതാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് തരാം. അധികാരം വേണമോ? അതേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാർ. പണം പദവി വേണമോ? അതേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാർ. അറേബ്യയിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ കല്യാണം കഴിപ്പിക്കണമോ? അത് കല്യാണം കഴിപ്പിച്ചു തരാനും ഞങ്ങൾ തയ്യാർ. അത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബ എന്ന ഒറ്റ വ്യക്തിയുടെ മുമ്പാകെ നടത്തിയ ഒരു പ്രസംഗം, ഒരു വ്യക്തിയോടൊരു പ്രസംഗം, ആയിരങ്ങളോടും പതിനായിരങ്ങളോടും ലക്ഷങ്ങളോടുമല്ല, ഒരേ ഒരു വ്യക്തിയോടൊരു പ്രസംഗം. എന്താണ് മുഹമ്മദ് നിനക്ക് ആവശ്യം? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3ൽ നിന്ന് ഏതിനു വേണ്ടിയാണ് ഈ ഏർപ്പാട്? എന്താണ് വേണ്ടത്?
ഈ മൂന്നിൽ നിന്ന് ഏത് വേണമെങ്കിലും തരാൻ ഞങ്ങൾ തയ്യാറാണ്. അറേബ്യയിലെ സുന്ദരിയെ വിവാഹം ചെയ്യണോ, അധികാരത്തിരുത്തണമോ, ചക്രവർത്തിയാക്കണമോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബയോട് പ്രസംഗിച്ചു, ഏകനാണ് തമ്പുരാൻ, ഏകനാണ് അല്ലാഹു. ഞാനത് പറയാൻ വന്നിരിക്കുകയാണ്. മുൻകടന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച പോലെ ആ തത്വവും മൂല്യവും ഞാൻ ആത്മാർത്ഥമായിട്ട് കേൾപ്പിക്കുകയാണ്. അവനല്ലാതെ രക്ഷയില്ല. അവങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരും. പാപം ചെയ്തവരെ തിരിച്ചു വരാൻ അവസരമുണ്ട്. നബിയ്യുൽ തൗബ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയ്യുൽ തൗബ, പശ്ചാത്താപത്തിന്റെ നബി. കടന്നു വന്നാലും ജനങ്ങളെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ടവന്റെ കരുണയുടെ കാര്യത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാ ദോഷങ്ങളും പൊറുക്കുമെന്ന് പറഞ്ഞ ഖുർആൻ എല്ലാ ദോഷങ്ങളും പൊറുക്കും. അതുകൊണ്ടാണ് ഈ നബിക്ക് നബിയ്യുൽ തൗബ എന്ന പേര് കിട്ടിയത്. ഉത്ബ ഇങ്ങനെ കേട്ടുനിന്നു, തെറ്റ് ചെയ്യരുത്, അനീതി ചെയ്യരുത്, സ്ത്രീകളോട് ദയയോടുകൂടി പെരുമാറണം, മനുഷ്യത്വത്തോടുകൂടി ജീവിക്കണം, അല്ലാഹുവിനെ വണങ്ങണം. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നിങ്ങൾ പറഞ്ഞ മൂന്നിൽ ഒന്നിനോട് പോലും ഉത്ബത്തെ എനിക്ക് താല്പര്യമില്ല. അധികാരം എനിക്ക് വേണ്ട, സ്ത്രീയെ എനിക്ക് വേണ്ട, പദവി എനിക്ക് വേണ്ട, പണവും എനിക്ക് വേണ്ട. ഉത്ബത്ത് തിരിച്ചു പോയിട്ട് അറബികൾക്കിടയിൽ പറയുകയാണ്, പല പ്രസംഗവും കേട്ടിട്ടുണ്ട്. പറഞ്ഞ കാര്യം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലും ഇത്ര സത്യസന്ധമായ ഒരു സംസാരം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നോളം കേട്ടിട്ടില്ലെന്ന് ഉത്ബത്ത് തിരിച്ചു പോയിട്ട് എന്റെ വീട്ടുകാരോട് മറുപടി പറഞ്ഞത്രേ. അബൂ താലിബിന്റെ മുന്നിൽ പറഞ്ഞത് നമുക്കറിയാം. മകനെ വിളിച്ചുകൊണ്ട്, സഹോദരന്റെ മകനെ വിളിച്ചുകൊണ്ട് അബൂ താലിബ് ഉപദേശിച്ചു, മോനെ ഈ വഴിയിൽ നിന്ന് മാറണം, ഈ പ്രബോധനം അവസാനിപ്പിക്കണം, മനുഷ്യത്വം പഠിപ്പിക്കാൻ, മാനവിക മൂല്യങ്ങളെ ലോകത്തിന് നൽകാൻ അതിനുവേണ്ടി ആഗതനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാർഗ്ഗത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും താൻ വ്യതിചലിക്കുകയില്ല എന്ന് അടിക്കടി പ്രഖ്യാപിച്ചു. അബൂ താലിബിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചു. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു പ്രഖ്യാപനം. ബഹുമാനനായ പിതൃവ്യരെ, അവരെന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഈ മാർഗ്ഗത്തിൽ നിന്ന് എനിക്ക് പിന്തിരിയാൻ സാധിക്കില്ല. ഞാൻ ഈ മാർഗ്ഗത്തിൽ നിന്ന് പിന്തിരിയില്ല. അതുകൊണ്ടാണ് ഈ പേര് ഇത്ര സുന്ദരമായിട്ട് ലോകം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഖുർആനിൽ സൂറത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. വേറൊരു സ്ഥലത്ത് ഈ പേര് അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതരാണ്. അല്ലാഹു പല അംബിയാ മുർസലീങ്ങളെയും ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു. ശക്തി അവരോട് ലോകത്തിന് കാണിച്ചു കൊടുത്തു, കാരുണ്യം കാണിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദം, നൂഹ്, ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ആളെന്നേ അർത്ഥമുള്ളൂ. യാക്കൂബ് എന്ന് പറഞ്ഞാൽ പിന്നാലെ വരുന്നവൻ എന്നാണ് അർത്ഥം. ഈസ എന്ന് പറഞ്ഞാൽ ചുവന്ന നിറമുള്ള ആൾ എന്നേ അർത്ഥമുള്ളൂ. മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഇവർക്കൊക്കെ പേരിട്ടു. പക്ഷെ മുഹമ്മദ് എന്ന പേര് ഹംദ് എന്ന അറബും മൂലസ്വരൂപത്തിന്റെ മുബാലഗയാണ്, സീഗത്തുൽ മുബാലഗ, ഏറ്റവും വലിയ സ്തുതി. അതിനെ ഉദ്ദേശിക്കാനാണ് മുഹമ്മദ് എന്ന് പ്രയോഗിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പേരിന്റെ വിശേഷണം വിഷയമായി ചർച്ച ചെയ്താൽ മണിക്കൂറുകൾ പറയേണ്ടതാണ്. അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ. നിന്റെ റബ്ബ് നിനക്ക് മഖാമൻ മഹ്മൂദ് എന്ന സ്ഥാനം നൽകാൻ പോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. മഖാമൻ മഹ്മൂദ് അവിടെ എന്താണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പേരിന്റെ മഹാത്മ്യം ഒരു നേരം ഗൗരവത്തോടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുമോ? ഹൃദയത്തിൽ എഴുതി വെക്കുമോ? മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് എന്ന പേര്, ഹംദ് എന്ന സ്തുതി എന്ന പേരിന്റെ ഏറ്റവും വലിയ പൂർണ്ണരൂപം, പൂർണ്ണമായും സ്തോത്രം ചെയ്യപ്പെടേണ്ടവനാണ് മുഹമ്മദ് മുസ്തഫ. മഹ്മൂദ്, മഖാമും മഹ്മൂദ് എന്ന സ്ഥാനം. അതുകൊണ്ട് തീർന്നില്ല, നബിയുടെ മറ്റൊരു പേര് അഹ്മദ് എന്നാണ്. അതും ഹംദുമായി ബന്ധപ്പെട്ടതാണ്. നാളെ മഹ്ശറയിൽ നബി ഏന്താൻ പോകുന്ന കൊടിയുടെ പേര് ലിവാഉൽ ഹംദ് എന്നാണ്. ഈ പേരിന്റെ എല്ലാം പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്
ഹംദാണ്. ഈസാ നബി വന്നുകൊണ്ട് പറഞ്ഞതായിട്ട് ഖുർആൻ പറയുന്നു, മുബശ്ശിറുൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന പേരുള്ള പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ച് ഞാൻ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. വശഖലഹു മിൻ ഇസ്മിഹി യുജില്ലഹു വശഖലഹു മിൻ ഇസ്മിഹി യുജില്ലഹു ദുൽ അർശി മഹ്മൂദുൻ വഹാദാ അഹ്മദു. നബിയുടെ പേരിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ദുൽ അർശി, അർശുடைய തമ്പുരാൻ, മഹ്മൂദായ തമ്പുരാനാണ്, അവൻ സ്തുതിക്കപ്പെടുന്ന തമ്പുരാനാണ്. ഇതാകട്ടെ അഹ്മദാണ്. വഹാദാ അഹ്മദു. ഈ പേര് ഇരുട്ടിനെ നീക്കിക്കളയുന്ന വെളിച്ചത്തിന്റെ മഹാത്ഭുതമാണ്. ആ വെളിച്ചം ചുറ്റുവട്ടത്ത് മുഴുവൻ നിറയും. ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് പുറത്തു പോകുന്ന വെളിച്ചം ചുറ്റുവട്ടത്ത് മുഴുവൻ നിറഞ്ഞ് പ്രപഞ്ചത്തെ വെളിച്ചത്തിൽ കുളിപ്പിക്കും. ആ വെളിച്ചത്തിന്റെ ഉടമയായ മനുഷ്യന്റെ ഉള്ളും പുറവും വെളിച്ചത്തിൽ നിറഞ്ഞു പോകും. അതോടുകൂടി ഇരുട്ട് പോയിട്ട് അസ്തമിക്കും. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപ്പേരുകൾ ശംസുൻ ദുഹാ, ബദ്റുദ്ദുജാ, സല്ലു അലൈഹി വസല്ലം. ബദ്റുദ്ദുജാ ഞാൻ ചെറുപ്പത്തിൽ കേട്ടൊരു കവിത ഓർത്തു പോവാണ്. ദർശനോതിരുന്ന കാലത്ത് ഒരു ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു, നബിയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള മനോഹരമായ കാവ്യങ്ങൾ. ഏതൊരാളാണ് ജീവിതത്തിൽ മറന്നു പോവുക? യാ ശഫീഅൽ വറാ സലാമുൻ അലൈക അൻത ബദ്റുദ്ദുജാ സലാമുൻ അലൈക. ഇന്ന് എന്റെ കാതില് അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലുന്ന മനോഹരമായ ഒരു കാവ്യമാണ്.